നമസ്കാരം. പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ പൊതുരംഗത്തേക്കുള്ള ശക്തമായിട്ടുള്ള തിരിച്ചുവരവ് ഏറെ ശ്രദ്ധേയമായി മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം MLA ഷാഫി പറമ്പിലിനെ ആശുപത്രിയിൽ സന്ദർശിച്ചതിന് തൊട്ടു പിന്നാലെയാണ് മറ്റൊരു പൊതുപരിപാടിയിൽ പങ്കെടുത്തത്. തന്നെ ആദ്യമായി ജനപ്രതിനിധിയായിട്ട് തിരഞ്ഞെടുത്ത അതേ നിയമസഭാ മണ്ഡലത്തിൽ തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ ഒരു പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ഔദ്യോഗിക വാഹനം ഉപയോഗിച്ച് തിങ്ങി നിറഞ്ഞ സദസ്സിന് മുന്നിലേക്ക് കയ്യടികൾ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് MLAയുടെ രംഗപ്രവേശനം. ഇത് സജീവ രാഷ്ട്രീയത്തിൽ തൻ്റെ ശക്തമായ സാന്നിധ്യം തുടരുമെന്നതിൻ്റെ വ്യക്തമായിട്ടുള്ള സൂചനയായി കണക്കാക്കാം. രാഷ്ട്രീയ എതിരാളികളുടെ വെല്ലുവിളികൾ നിലനിൽക്കെ പൊതുരംഗത്തെ അദ്ദേഹത്തിൻ്റെ ഈ സമീപനം ഏറെ ശ്രദ്ധേയമാണ്. ഈ അവസരത്തിൽ ഷാഫി പറമ്പിലിന് നേരെ ഉണ്ടായ പോലീസ് നടപടിയും അതിനെ തുടർന്നുണ്ടായ സംഭവവികാസങ്ങളും ഓർക്കേണ്ടതായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രി പേരാമ്പ്രയിൽ വെച്ച് ഷാഫി പറമ്പിലിന് നേരെ ആക്രമണമുണ്ടായപ്പോൾ അദ്ദേഹം ഒരു നേതാവിന് ചേർന്ന അചഞ്ചലമായ മനോഭാവം പ്രകടിപ്പിച്ചു. പരിക്ക് വകവയ്ക്കാതെ പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകിയ ശേഷമാണ് അദ്ദേഹം ചികിത്സ തേടിയത് തന്നെ. ഡോക്ടർമാർ അദ്ദേഹത്തിൻ്റെ മൂക്കിന് 3 പൊട്ടലുകൾ സ്ഥിരീകരിക്കുകയും നിലവിൽ ശ്വാസമെടുക്കാൻ പോലും ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയിച്ചിരുന്നു. എന്നിരുന്നാലും ഗുരുതരമായിട്ടുള്ള പരിക്ക് ഉണ്ടായിരുന്നിട്ടും പ്രവർത്തകർക്കൊപ്പം പ്രതിഷേധ വേദിയിൽ ഉറച്ചു നിൽക്കാൻ ഷാഫി പറമ്പിൽ തയ്യാറായി. നേരത്തെ KSRTC ഫ്ലാഗ് ഓഫ് ചടങ്ങുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നു. പരിപാടികൾ രഹസ്യമായിട്ടാണ് നടത്തുന്നതെന്നും MLAയെ പൊതുരംഗത്ത് നിന്ന് മാറ്റി നിർത്താൻ ശ്രമം നടക്കുന്നുണ്ടെന്നും ആരോപണങ്ങളുണ്ടായിരുന്നു. എന്നാൽ ആ വിമർശനങ്ങൾക്കെല്ലാം തന്നെ മറുപടി നൽകിക്കൊണ്ടാണ് നിറഞ്ഞ സദസ്സിന് മുന്നിലേക്ക് പട്ടാപ്പകൽ അദ്ദേഹം ഇപ്പോൾ എത്തിച്ചേർന്നത്. പാലക്കാട് 36-ാം വാർഡിലെ ഒരു അയൽക്കൂട്ട പരിപാടിയിലാണ് രാഹുൽ മാങ്കൂട്ടം പങ്കെടുത്തത്. രാഷ്ട്രീയ പ്രതിസന്ധികളെ തുടർന്ന് ഏകദേശം 38 ദിവസത്തോളം പൊതുരംഗത്ത് നിന്ന് വിട്ടുനിന്നെങ്കിലും പിന്നീട് തിരിച്ചെത്തിയ അദ്ദേഹത്തെ തേടിയാകട്ടെ ഉയർന്ന പദവികളും ഉത്തരവാദിത്തങ്ങളുമാണ് എത്തിയതെന്നതും ശ്രദ്ധേയമാണ്. രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന തരത്തിൽ ഉയർന്ന മാധ്യമ റിപ്പോർട്ടുകൾക്ക് ഇപ്പോൾ ചുട്ട മറുപടി നൽകിക്കൊണ്ട് പുഞ്ചിരിയോടെയും ആത്മവിശ്വാസത്തോടെയുമാണ് രാഹുൽ മാങ്കൂട്ടം പൊതുസദസ്സിൽ ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ആ ദൃശ്യങ്ങൾ നമുക്കത് കാണാം. എന്റെ വാർഡിൽ ഒരു പൈസ പോലും കിട്ടിയിട്ടില്ല. ഇപ്പൊ എന്തായാലും MLA ഫണ്ട് വെച്ചു, MP ഫണ്ട് വെച്ചു, ആ ഫണ്ട് കിട്ടി, ഈ ഫണ്ട് കിട്ടി എന്നൊക്കെ നിങ്ങൾ വെറുതെ കള്ളം പറയാൻ പറ്റില്ല. ഈ ഫണ്ട് കിട്ടേണ്ടവർക്ക് കള്ളം പറയാൻ പറ്റുള്ളൂ. MP കണ്ടാലും പറയും ഒരു ഫണ്ട് പോലും കിട്ടിയിട്ടില്ല. അപ്പൊ ഞാൻ MLA ആയപ്പോൾ എന്നോട് പറഞ്ഞു, ഷാഫി പറമ്പിൽ MLA ആയിരുന്ന സമയത്ത് എനിക്ക് ഒന്നും കിട്ടിയിട്ടില്ല, ബാക്കി എല്ലാവരും കിട്ടിയത്. അപ്പൊ ഞാൻ ഷാഫിയെ വിളിച്ചിട്ട് ഇങ്ങനെ ഫണ്ടിന്റെ കാര്യമൊക്കെ സംസാരിക്കുന്നത് ഞാൻ പറഞ്ഞു, മനുഷ്യനെന്തെങ്കിലും കൊടുക്കണ്ടേ, കാരണം അവരെ നിങ്ങളൊന്നും കൊടുത്തിട്ടില്ലല്ലോ. അപ്പൊ പറഞ്ഞ ഏറ്റവും കൂടുതൽ പൈസ കൊടുക്കുന്നവരാണ്, അവർ കൊടുത്തില്ലെങ്കിൽ സാധിക്കില്ല. അപ്പൊ എന്തായാലും ഒരു വാർഡിന്റെ കൗൺസിലർ നിരന്തരമായി ജനപ്രതിനിധികൾ, അത് MLA ആയാലും MP ആയാലും മുനിസിപ്പാലിറ്റിയിലായാലും, ഞാൻ എപ്പോഴും ചോദിക്കും, മുനിസിപ്പാലിറ്റിയിലെ സ്വന്തമാണ്. ഞാൻ MLA ആയതിനു ശേഷം 10 മാസത്തോളം MLA ആയിട്ട്. MLA ആകുമ്പോൾ ഞാൻ ആദ്യം എടുത്ത തീരുമാനമുള്ളൂ, അന്ന് ചാനലുകളൊക്കെ ജയിക്കുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞായിരുന്നു. എന്നോട് ചോദിച്ചു MLA ആകുമ്പോൾ എന്ത് ചോദിച്ചു. അതിനെപ്പറ്റിയല്ല പറയുന്നത്. ഞാൻ പല സ്ഥലങ്ങളിൽ വോട്ട് ചോദിക്കാനായിട്ട് ചെന്നപ്പോൾ ഞാൻ കണ്ടത് കയറി കിടക്കാൻ ഒരു നല്ല വീടില്ലാത്ത ആയിരക്കണക്കിന് മനുഷ്യന്മാർ ഞാൻ പാലക്കാട്